സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതിയിലേക്ക്. നാളെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. VC നിയമനത്തിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ പാനൽ തയ്യാറാക്കി ഗവർണർക്ക് നൽകും. ഗവർണർ ജനാധിപത്യപരമായി നടപടിയെടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനങ്ങളിലേറ്റ തിരിച്ചടി മറികടക്കാൻ ഗവർണർ രാജ്ഭവൻ നാളെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വേഗത്തിൽ VC നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കി നൽകാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പഴയ പാനലിൽ ഉണ്ടായിരുന്ന ഒരാൾ വിരമിച്ചതിനാൽ സാങ്കേതിക സർവകലാശാലയിൽ പട്ടിക പുതുക്കി നൽകും. ഡിജിറ്റൽ സർവകലാശാലയിൽ പഴയ പാനൽ തന്നെയാകും സമർപ്പിക്കാൻ സാധ്യത. ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്ന് തെരഞ്ഞെടുത്ത് നൽകുകയാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ സ്ഥാനമൊഴിയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. താൻ ചെയ്ത പെശകിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയാം. ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമായെന്നും ചോദിക്കാൻ ആളില്ലെന്നും പ്രതിപക്ഷ നേതാവ്. നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം കുളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം. ഇതിനിടെ SFI ഇന്നും കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. 24 തിരുവനന്തപുരം.